വീട്ടിൽ വന്ന ഒരു ചായ കൂടി കഴിഞ്ഞതും ശിവ വീട്ടിലുള്ള കുറച്ചു പ്രായമായ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും ഒക്കെയായി കുറച്ചു നേരം അവർക്കൊപ്പം ഇരുന്ന് സംസാരമായി. പഠിത്തമുള്ള ദിവസമായതുകൊണ്ട് തന്നെ കുട്ടികൾ ആരും തന്നെ നവസിലുണ്ടായിരുന്നില്ല. വൈഭവനാണെങ്കിൽ സേതു ലോക്ക് ചെയ്തിരിക്കുന്ന പോലെയാണ്. വന്നപ്പോൾ മുതൽ സേതുവും വൈഭവും ഒന്നിച്ചാണ് നടപ്പ്. പിന്നെ പതിയെ അവൾ സേതുവിൻ്റെ റീഡിംഗ് റൂമിലേക്ക് കയറി. സേതുവിൻ്റെ മാത്രം സ്വകാര്യ മുറിയാണത്. അതുകൊണ്ട് സേതുവും ശിവയും അല്ലാതെ വേറെ ആരും ആ മുറി ഉപയോഗിക്കില്ല. പിന്നെ ഒറ്റയ്ക്കാകുമ്പോൾ എന്തേലും എടുത്തു വായിക്കാനായി ചൈത്രയും ആ മുറിയിൽ കയറും. അധികവും ബുക്കുകൾ നിറഞ്ഞ ഒരു കുഞ്ഞു മുറിയാണത്. ആ മുറിയിലെ ജനാലകൾ തുറന്നാൽ കടൽ കാണാം. ശിവ പതിയെ ഒന്ന് രണ്ട് ജനാലകൾ തുറന്നതും അധികം ചൂടില്ലാതെ നല്ല കടൽക്കാറ്റ് ആ മുറിയിലേക്ക് ഇരിച്ചു കയറി. ശിവ ജനലിൻ്റെ തിട്ടയിലേക്ക് ഇരുന്ന് ആ മുറിയാകെ ഒന്ന് നോക്കി. ഒരു പ്രത്യേക ഫീലാണ് ആ മുറിയിൽ കയറുമ്പോഴൊക്കെ ലഭിക്കാറ്. സങ്കടം വന്നാലും സന്തോഷം വന്നാലും ആ മുറിയിൽ വന്നിരിക്കാറുണ്ട്. അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമില്ല. പക്ഷേ ഒന്നുറപ്പാണ്, എന്തോ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് ഈ മുറിക്കുള്ളിൽ. അവൾ ചിരിയോടെ ഓർത്തു. ഞാൻ പറഞ്ഞില്ലേ മോനെ, ഇവിടെ ഉണ്ടെന്ന ആള്. ഇത് ഈ പെണ്ണിൻ്റെ സ്ഥിരം സ്ഥലമാ. വൈഭവനെ കൂട്ടി ആ മുറിയിലേക്ക് വന്ന കാർത്യായനിയമ്മ പറഞ്ഞു. കാർത്യായനിയമ്മ നവസിലെ ഒരു അന്തേവാസിയാണ്. അവർ അങ്ങ് പോയതും വൈഭവ് ആ മുറിയിലേക്ക് കയറി. രക്ഷപ്പെട്ട് ഓടിപ്പോന്നതാണോ എൻ്റെ അച്ഛയുടെ കയ്യിൽ നിന്ന്? അല്ല, വാച്ചിൽ ടൈം സെറ്റ് വെച്ച് ഇങ്ങോട്ട് കയറിയ ആള്. എൻ്റെ അച്ഛനുമായി സംസാരിച്ചു കൊണ്ട് ഉലാത്താൻ തുടങ്ങിയിട്ട് 1 മണിക്കൂറും 37 മിനിറ്റുമായി. അതുകൊണ്ട് ചോദിച്ചതാ. ശിവ കളിയോടെ വാച്ചിൽ നോക്കിക്കൊണ്ട് പറഞ്ഞതും വൈഭവിൽ മനോഹരമായ ഒരു ചിരി വിരിഞ്ഞു. തൻ്റെ അച്ഛൻ ഞാൻ വിചാരിച്ചതുപോലെയല്ല. ഹീസ് നോട്ട് ദാറ്റ് ബാഡ്. അധികം ഓവറായി സംസാരിക്കാതെ വേണ്ട കാര്യങ്ങൾ മാത്രം പറയുന്ന ഒരു ബ്രില്യൻ്റായ മനുഷ്യൻ. ആള് കൊള്ളാം, നിന്നെപ്പോലെയല്ല. അവൻ ചിരിയോടെ സന്തോഷത്തോടെ പറഞ്ഞു. അത്രയും നേരം കൊണ്ട് തന്നെ വൈഭവിന് സേതുവിനെ നന്നായങ്ങ് ഇഷ്ടമായിരുന്നു. അതെന്താ എന്നെ പോലെ അല്ലാത്തേ? ആ പ്രോപ്പർട്ടി പ്രൊഡ്യൂസ് ചെയ്തതാ എന്നെയും. എൻ്റെ ഗുണമാ എൻ്റെ അച്ഛയ്ക്ക് കിട്ടിയിരിക്കുന്നത്. അറിയോ ഡോക്ടർക്ക്? ഉവ്വ. അതാണോ നീ 9ൽ തോറ്റുപോയേ? അതാര് പറഞ്ഞു? ശിവ ഞെട്ടലോടെ ചോദിച്ചു. നിന്റെ അച്ഛൻ തന്നെ എന്നും പറഞ്ഞ് ഒരു ചിരിയോടെ വൈഭവ് ആ മുറിയാകെ നോക്കാൻ തുടങ്ങി. എടാ ദുഷ്ട അച്ഛേ, മരുമോനോട് എന്തേലും പറഞ്ഞൊന്ന് കമ്പനിയാവാൻ പറഞ്ഞ് ഏൽപ്പിച്ചപ്പോൾ നിങ്ങൾ ഇരയായിട്ട് എന്നെ തന്നെ അങ്ങ് ഇട്ട് കൊളുത്തിയല്ലേ? ഇങ്ങു വാ, ഞാൻ കാണിച്ചു തരാം. ശിവ ചുണ്ടുകൊട്ടി പിറുപിറുക്കാൻ തുടങ്ങി. എന്തേലും പറഞ്ഞോ? ഷെൽഫിലിരിക്കുന്ന ബുക്കുകളിലൂടെ കണ്ണോടിച്ചുകൊണ്ട് പിറകിൽ നിൽക്കുന്നവളോട് വൈഭവ് ചോദിച്ചു. ഒന്നും പറഞ്ഞില്ല. 9ൽ ഞാൻ തോറ്റുപോയതാണ്. അന്ന് എനിക്ക് ചിക്കൻ ബോക്സ് വന്നിട്ട്, അല്ലാതെ പഠിക്കാഞ്ഞിട്ടൊന്നുമല്ല. ശിവയുടെ ചുണ്ടു കൂർത്തു. അതിന് നീ പഠിക്കാഞ്ഞിട്ടാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഉണ്ടോ? തലയൊന്ന് ചരിച്ച് ചിരിയോടെ അവളെ നോക്കിയതും പെണ്ണ് ചുണ്ടുകൂട്ടി കാണിച്ച് മുഖം തിരിച്ചു. വൈഭവ് ചിരിയോടെ തലയാട്ടി. ഈ ബുക്സ് എല്ലാം അങ്കിളിൻ്റെ ആണോ? അവൻ ഷെൽഫുകളിലൊക്കെ നോക്കി അതിശയത്തോടെ ചോദിച്ചു. അതെ. എന്തേ? നത്തിങ്. ഇതിലെ മിക്ക ബുക്സും ഒരുപാട് പഴയതാ. ഫേമസ് പോയിട്രീസിൻ്റെ ഓൾഡ് വെർഷൻ. ഇപ്പോൾ ഇതൊന്നും കണി കാണാൻ പോലും കിട്ടില്ല. അത്രയ്ക്ക് റെയറാ. അതാ ചോദിച്ചേ. ഇതെല്ലാം അച്ഛയുടെ മാത്രമല്ല. അച്ഛയ്ക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ ആളുടേതാ ഇതെല്ലാം. ഫ്രണ്ടോ? അതാരാ? അത് അച്ഛയ്ക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. അത് എന്താണെന്നൊന്നും എനിക്കറിയില്ല. ആള് ഭയങ്കര കഥയും കവിതയും ഒക്കെ എഴുതുന്ന ആളായിരുന്നു അത്രേ. ഇവിടെ ഇരിക്കുന്ന ബുക്സിൽ മിക്കതും ആ ആളുടേതാ. എന്നിട്ട് ആ ഫ്രണ്ട് എന്തിയേ? അയാൾ ഈ ബുക്സ് എല്ലാം അങ്കിളിന് കൊടുത്തിട്ട് എവിടെ പോയി? അതറിയില്ല. ഇത് അച്ഛ പറഞ്ഞതല്ല. ഒരിക്കൽ അനിതമ്മ എന്നോട് അറിയാതെ പറഞ്ഞതാ ഈ അച്ഛയുടെ കൂട്ടുകാരനെ പറ്റി. അച്ഛയോട് പോയി ഇതിനെപ്പറ്റി ചോദിക്കുകയും ചെയ്തതെന്ന് പറഞ്ഞു. ചിലപ്പോൾ ആ കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് അച്ഛ അടിച്ചു മാറ്റിയതാവും ഇതല്ല. അച്ഛ പണ്ട് ഭയങ്കര ജഗജില്ലിയായിരുന്നെന്ന് അനിതമ്മ പറഞ്ഞിട്ടുണ്ട്. ശിവ കളിയോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വൈഭവ് ശിവയെ ഒന്ന് നോക്കി. ചിരിക്കുമ്പോൾ തെളിഞ്ഞു വരുന്ന അവളുടെ നുണക്കുഴിയിൽ അവൻ്റെ കണ്ണുകൾ ഉടക്കി. അല്ലേലെ അവൾ അച്ഛനെപ്പറ്റി പറഞ്ഞു തുടങ്ങിയാൽ വാചാലയാവും. അതിൻ്റെ കൂടെ സന്തോഷത്തോടെ ഒരുപാട് ഇങ്ങനെ സംസാരിക്കുന്ന പെണ്ണിനെ കാണാനേ പ്രത്യേക ഒരു ഭംഗിയാണ്. ആഹാ, രണ്ടുപേരും കൂടെ ഇവിടെ ചിരിച്ചോണ്ട് നിൽക്കുവാണോ? വന്നിട്ട് ഞങ്ങളെ ഒന്നും വേണ്ടേ? മുറിക്കകത്തേക്ക് വന്ന് ജാനുമ്മ ചോദിച്ചത് കേട്ടപ്പോഴാണ് വൈഭവ് പെട്ടെന്ന് ശിവയിൽ നിന്ന് കണ്ണു മാറ്റിയത്. ഇതെപ്പോഴാ വന്നേ? ചിത്തു എവിടെ ജാനുമ്മേ? ശിവ ഓടിച്ചെന്ന് ജാനുമ്മയെ കെട്ടിപ്പിടിച്ച് ചോദിച്ചു. മുറിയിലുണ്ട് മോളെ. നീയും മോനും വന്ന കാര്യം സേതു പറഞ്ഞു. അതാ ഞാനിങ്ങ് വന്നേ. ജാനുമ്മ ശിവയെ ചേർത്ത് പിടിച്ചു ചിരിയോടെ പറഞ്ഞു. എന്നാലേ ഞാനും പോയി അവളെ ഒന്ന് കണ്ടിട്ട് വരാം എന്നും പറഞ്ഞ് ജാനുമ്മയെ വിട്ടിട്ട് ശിവ ചൈത്രയുടെ മുറിയിലേക്ക് ഓടി. ചിത്തുന്ന് വെച്ച ജീവനാ ഈ കുട്ടിക്ക്. അവൾക്ക് തിരിച്ചു മതേ. ശിവയുടെ ഓട്ടം നോക്കി ജാനുമ്മ വൈഭവിനോട് പറഞ്ഞതും അവൻ അവരെ നോക്കി ഒന്ന് ചിരിച്ചു. മോൻ വാ, നമുക്കും അങ്ങോട്ടേക്ക് പോവാം. ജാനുമ്മ അവനെയും വിളിച്ചുകൊണ്ട് മുറിയിൽ നിന്നിറങ്ങി. ചെല്ല് അങ്ങോട്ട്. എനിക്ക് പേടിയാവുന്നു അമ്മേ. അനിയേട്ടൻ എന്നെ ചീത്ത പറയും. എൻ്റെ മോളെ, അവൻ ചീത്ത വിളിക്കുമെന്നും പറഞ്ഞ് നമുക്ക് ഇങ്ങനെ പിറകോട്ട് നീക്കാൻ പറ്റില്ല. പൂജ ദിവസം നിന്റെയും അനിരുദ്ധിൻ്റെയും കല്യാണ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. അതിന് അവനൊരു ചാഞ്ചാട്ടം ഉണ്ടാക്കണം. അതിന്
അതിന് നമ്മൾ എന്തേലും ചെയ്തേ പറ്റൂ. നീ ജ്യൂസ് കൊണ്ടവന് കൊടുക്കു പെണ്ണെ, എന്നിട്ട് അവനോട് ഒന്ന് കൊഞ്ചിയൊക്കെ സംസാരിക്കുക. അങ്ങനെയൊക്കെയാ ആമ്പിള്ളേരെ വീഴ്ത്തുന്നത്. വൃന്ദ കാർത്തികയോട് കയ്യിലേക്ക് ഒരു ജ്യൂസും കൊടുത്ത് ഉന്തിക്കയറ്റി അവളെ അനിരുദ്ധിൻ്റെ മുറിയിലേക്ക് വിട്ടു. ശേഷം മുറിക്ക് പുറത്ത് കാത്തു നിന്നു അവർ. ഡാ, എന്തായി? പിടയ്ക്കാതെ പെണ്ണെ, ഒന്നും ആയില്ല. കാർത്തിക അകത്തേക്ക് കയറി. വൃന്ദ അപ്പച്ചി പുറത്ത് കാത്തു നിൽക്കുന്നു, അത്രേ ആയുള്ളൂ. പിറകിൽ തോണ്ടി ചോദിച്ച അപ്പുവിനോടായി ആദി പറഞ്ഞു. അവർ രണ്ടുപേര് സ്കൂളിൽ നിന്ന് വരുമ്പോഴാണ് അമ്മയുടെയും മോളുടെയും സംസാരം കേട്ട് അവിടെ ഒളിച്ചു നിന്നത്. എടാ ആദി, അങ്ങോട്ട് മാറടാ നീ. നമുക്ക് ഇടിച്ചു കയറി ഏട്ടൻ്റെ റൂമിലേക്ക് പോകാം, അപ്പു സഖികെട്ട് പറഞ്ഞു. എൻ്റെ പൊന്നപ്പു, നീ ഒന്നടങ്ങ്. നമുക്ക് കാണാടി, നമ്മുടെ അല്ലേ വലിയേട്ടൻ. അവിടെ ഇപ്പോൾ കാർത്തികയ്ക്കുള്ള അലുവയും ചമ്മന്തിയും റെഡിയാക്കുമായിരിക്കും ഏട്ടൻ. ആദ്യം അവളെ സമാധാനിപ്പിക്കാനായി പറഞ്ഞു തീർന്നതും എന്നൊരു വലിയ ശബ്ദം അനിയുടെ റൂമിൽ നിന്ന് കേട്ടു. പെട്ടെന്ന് തന്നെ മുറി തുറന്നു. കവളം പൊത്തിപ്പിടിച്ചുകൊണ്ട് കാർത്തിക പുറത്തേക്ക് വന്നു. എന്താ മോളെ, എന്തായി? വൃന്ദ ചോദിച്ചതും കാർത്തിക അമ്മയെ കടുപ്പിച്ചൊന്ന് നോക്കി. കൂടുതൽ എന്താകാൻ, അകത്ത് ഗ്ലാസ് പൊട്ടി കിടപ്പുണ്ട്. അമ്മ മര്യാദയ്ക്ക് പോയി അതെടുത്ത് വൃത്തിയാക്കിക്കോ, ഇല്ലേൽ അമ്മയ്ക്ക് കിട്ടും. ദേഷ്യത്തിൽ അത്രയും മാത്രം പറഞ്ഞിട്ട് കാർത്തിക താഴേക്ക് പോയി. അപ്പോൾ ചാഞ്ചാട്ടം ഉണ്ടാക്കാൻ പോയ മോളുടെ കരണം പുകഞ്ഞാ തോന്നുന്നേ. ഡാഷ് പോയ അണ്ണാനെ പോലെ നിൽക്കുന്ന വൃന്ദയെ നോക്കി അപ്പുവും ആദിയും വാ പൊത്തി ചിരിച്ചു. കുഞ്ഞേട്ടനെ കിട്ടാതെ പോയപ്പോൾ അടുത്ത ആളെ പിടിക്കുക തള്ളയും മോളും. ഇവരൊന്നും വേണ്ടടി അപ്പു, നമ്മുടെ വലിയേട്ടനും കുഞ്ഞേട്ടനും കിട്ടിയ പോലെ ഒരു കിടു ഏട്ടത്തിയമ്മയെ നമ്മൾ കണ്ടെത്തി കൊടുക്കും. ആദി പറഞ്ഞതും അപ്പുവിൻ്റെ ഉള്ളിലേക്ക് ഓടി വന്നത് ചൈത്രയുടെ മുഖമായിരുന്നു. ഞാൻ വിളിച്ചാൽ എന്നോടൊന്നും മിണ്ടാൻ പോലും നിനക്കിപ്പോൾ സമയമില്ല അല്ലേ പെണ്ണെ? ചൈത്രയുടെ മുറിയിലേക്ക് ചെന്ന് ശിവ കപടദേഷ്യത്തിൽ ചോദിച്ചതും കട്ടിലിൽ മുഖം തിരിഞ്ഞിരുന്ന ചൈത്ര അവളെ തിരിഞ്ഞു നോക്കി. ചൈത്രയെ കണ്ടതും ശിവ ഞെട്ടിപ്പോയി. ക്ഷീണിച്ചു മെലിഞ്ഞ് എല്ലെല്ലാം പൊന്തിയിരിക്കുന്നു. കണ്ണുകൾക്കിടയിൽ ഉറക്കമില്ലായ്മ വിളിച്ചോതുന്ന കറുപ്പ്, വരണ്ടുപോയ മുഖം. മുൻപിൽ നിൽക്കുന്ന ആ പെണ്ണിനെ കാണാൻ ശിവയുടെ നെഞ്ചൊന്ന് പൊടിഞ്ഞു. എന്താ പെണ്ണേ ഇത്? നിനക്കെന്താടാ പറ്റിയേ? ശിവ അവളെ പിടിച്ച് ആദിയോടെ ചോദിച്ചു. നീ എപ്പോഴാ വന്നേ? അവളുടെ ചോദ്യത്തെ പാടെ അവഗണിച്ചുകൊണ്ട് ഒരു ചിരിയോടെ ചൈത്ര തിരക്കി. ചിത്തു? ശിവ ഞെട്ടലോടെ അവളെ കെട്ടിപ്പിടിച്ചു. ഒരിക്കൽ കൈവിട്ടുപോയ അവളുടെ മനസ്സ് വീണ്ടും നിലതെറ്റിയോ എന്ന് വരെ ശിവ പേടിച്ചു പോയിരുന്നു. ഞാൻ അയാളെ കണ്ടു ശിവ, ഇവിടെ ഈ നാട്ടിലുണ്ട് അയാൾ. ശിവയെ പുണർന്നു പിടിച്ചുകൊണ്ട് തന്നെ ചൈത്ര അത് പറഞ്ഞതും ശിവ അവളിൽ നിന്ന് അടർന്നു മാറി. അവൾ ആരെപ്പറ്റിയാ പറയുന്നതെന്ന് മനസ്സിലായ ശിവയുടെ മുഖം ചുവന്നു. നീ കണ്ടോ? ചൈത്രയുടെ മുഖത്തേക്ക് നോക്കി ദേഷ്യത്തോടെ ശിവ അത് ചോദിക്കുമ്പോൾ അവളുടെ കണ്ണുകളിൽ വല്ലാത്തൊരു തീയുണ്ടായിരുന്നു. തിരികെ മാണിക്യമംഗലത്തെത്തിയതും ശിവ കാറിൽ നിന്നിറങ്ങി നേരെ അവരുടെ മുറിയിലേക്ക് കയറിപ്പോയി. വൈഭവും ശിവയും വന്നത് കണ്ട വാമിക അടുക്കളയിൽ നിന്ന് ഓടിച്ചെന്നതും കണ്ടു വേഗത്തിൽ പടികൾ കയറി മുകളിലേക്ക് പോകുന്ന ശിവയെ. തെളിച്ചമില്ലാതെ നിൽക്കുന്ന അവളുടെ മുഖം കണ്ടതും വാമികയുടെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. സന്തോഷത്തോടെ ചിരിച്ചു കളിച്ചു പോയ ആൾക്കിതെന്തു പറ്റി? ഇനി മോളുടെ അച്ഛനൊക്കെ വരില്ലെന്ന് പറഞ്ഞോ? വാമിക ഓർത്തു. പെട്ടെന്ന് അകത്തേക്ക് കയറി വരുന്ന വൈഭവിനെ കണ്ടതും വാമി അവനോടത്തേക്ക് ചെന്നു. ഉണ്ണി, മോൾക്ക് എന്താ പറ്റിയേ? അവളുടെ മുഖം എന്താ വല്ലാതെ ഇരിക്കുന്നേ? വാമി അവനോട് കൈകൾ കൊണ്ട് തിരക്കി. ഏയ്, കുഴപ്പമൊന്നുമില്ല അമ്മേ, അവിടെ എല്ലാവരും സന്തോഷമായിരുന്നു. പൂജയ്ക്ക് എത്തുമെന്നും അങ്കിൾ പറഞ്ഞു. അവൻ ശിവയൊന്ന് നോക്കി അപ്പമ്മയോട് പറഞ്ഞു. അപ്പോൾ ചിത്തുമ്മയും ഇങ്ങോട്ട് വരുമോ ഏട്ടാ? വൈഭവ് വാമിയോട് പറഞ്ഞത് കേട്ട് അങ്ങോട്ടേക്ക് വന്ന അപ്പു അവനോട് ആകാംക്ഷയോടെ ചോദിച്ചു. അതാരാ? ചൈത്രയാണോ? ആ, ചൈത്രയേച്ചിയെ ഞാൻ വിളിക്കുന്നതാ ചിത്തുമ്മന്ന്. വരുവോ ചിത്തുവേച്ചി? ഏട്ടൻ കണ്ടോ ചേച്ചിയെ? ഇറങ്ങാൻ നേരം ഒന്ന് കണ്ടിരുന്നു ഞാൻ. എല്ലാവരോടും പറഞ്ഞ കൂട്ടത്തിൽ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുകയും ചെയ്തു. വരുമായിരിക്കും. വലിയ താല്പര്യമില്ലാതെ പറഞ്ഞുകൊണ്ടവൻ മുകളിലേക്ക് കയറിപ്പോയി. ചിത്തു വരുമെന്ന് കേട്ട അപ്പുവിൽ സന്തോഷമായി. അപ്പോഴും ശിവയ്ക്ക് എന്തു പറ്റിയെന്ന ചിന്തയിലായിരുന്നു വാമിക. പിച്ചു? മുറിയുടെ കഥകൾ വെളിയിൽ നിന്ന് തുറന്ന് അകത്തേക്ക് കയറിക്കൊണ്ട് അനി വിളിച്ചു. അവൻ്റെ വിളി കേട്ട് ബെഡിൽ കണ്ണുകൾ അടച്ചു കിടന്നിരുന്ന വൈഭവ് തലപ്പൊക്കി ഒന്ന് നോക്കി. അമ്മയുടെ മുറിയിലെ കട്ടിലിൽ കിടക്കുകയാണ് വൈഭവ്. സൗപർണികയുടെ മരണശേഷം ആ മുറിയിൽ ആകെ കയറുന്നത് വൈഭവ് മാത്രമാണ്. പിന്നെ അനിയും അവിടെ കയറും, അതും വൈഭവ് ഉണ്ടെങ്കിൽ മാത്രം. അല്ലാതെ വേറെ ആരും ആ മുറിയിലേക്ക് കയറാൻ വൈഭവ് അനുവദിക്കില്ല. എന്താടാ, അമ്മയോട് പരിഭവം പറയുമായിരുന്നോ നീ? ബെഡിൽ കിടക്കുന്ന സൗപർണികയുടെ സാരി കണ്ട അനി കുശലം പോലെ അവനോട് ചോദിച്ചു. ഏയ്, ഞാൻ വെറുതെ. വൈഭവ് ഒരു ചെറു ചിരിയോടെ ബെഡിലേക്ക് എഴുന്നേറ്റിരുന്നു. അനി കാണാതെ അവൻ്റെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു. പക്ഷേ അവൻ കണ്ണു തുടച്ചത് അനി കണ്ടിരുന്നു. ഈ മുറിയിൽ കയറുമ്പോഴെല്ലാം വൈഭവിൻ്റെ ഉള്ളം തളരുമെന്ന് അവനറിയാം. നീയും ശിവയും തമ്മിൽ അടിയുണ്ടായോ? നിങ്ങൾ തമ്മിൽ എന്തേലും വഴക്കിട്ടോ? അനി അവനടുത്തേക്ക് ബെഡിലേക്ക് ഇരുന്നു കൊണ്ട് ചോദിച്ചതും വൈഭവ് അവനെ ഒന്ന് നോക്കി. അല്ല, ശിവയുടെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ മുതൽ അവൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. അപ്പു വന്ന് പറഞ്ഞു ഏട്ടത്തിയമ്മയ്ക്ക് എന്തോ വിഷമമുണ്ടെന്ന്. അത് കേട്ട് ഞാൻ ചെന്ന് നോക്കിയിരുന്നു അവളെ. മുഖമെല്ലാം വാടി അവിടെ ഇരിക്കുന്നവളെ ഞാൻ അപ്പോൾ കണ്ടേ. ഞാൻ ചോദിച്ചപ്പോൾ ഒന്നുമില്ല ഏട്ടാ, തലവേദനയാണെന്ന് പറഞ്ഞ്.
എന്തോ കളിയും ചിരിയുമായി രാവിലെ കണ്ട പെണ്ണിനെ ഇങ്ങനെ വാടി കണ്ടപ്പോൾ ഒരു വിഷമം. അവൾക്ക് എന്നാ പറ്റിയെന്ന് നിന്നോട് ചോദിക്കാൻ വന്നപ്പോൾ നീയാണേൽ ഈ മുറിയിൽ കയറിയിരിക്കുന്നു. എന്താടാ എൻ്റെ കൊച്ചിന് പറ്റിയേ? നീ വല്ലതും പറഞ്ഞോ? ഒരു കപട ശകാരത്തിൽ അനി ചിരിച്ചുകൊണ്ട് വൈഭവിനോട് ചോദിച്ചു. ഏട്ടനല്ലേലും ഇപ്പോൾ അവള് മതിയല്ലോ. ഒന്ന് പോടാ. എനിക്ക് അവൾ എൻ്റെ അപ്പൂനെ പോലെയല്ലേ. നിന്റെ പെണ്ണ് എന്നതിനുപരിൽ അവളിപ്പോൾ എനിക്കെൻ്റെ കുഞ്ഞ് അനിയത്തിയാ. അപ്പോൾ അവളിങ്ങനെ വിഷമിച്ചിരുന്നപ്പോൾ സഹിച്ചില്ല. പിന്നെ നിന്നെ ഏറ്റവും നന്നായി എനിക്കറിയാലോ. അതാ ചോദിച്ചേ, ഇന്ന് നിങ്ങൾ വല്ല വഴക്കം ഇട്ടോന്ന്. അനി ചോദിച്ചതും വൈഭവ് കുറച്ചു നേരത്തേക്ക് അവൻ്റെ മുഖത്തേക്ക് താനെ നോക്കി. എന്നിട്ട് ഒരു ദീർഘനിശ്വാസം വിട്ട് എഴുന്നേറ്റു. ഞാൻ സംസാരിക്കാം അവളോട്. കടുത്ത സ്വരത്തിൽ അത്രയും പറഞ്ഞ് വൈഭവ് മുറിയിൽ നിന്നിറങ്ങാൻ തുടങ്ങിയതും, സംസാരിക്കുന്നതൊക്കെ കൊള്ളാം. എൻ്റെ കൊച്ചിനെ വിഷമിപ്പിച്ചാൽ അനിയനാണെന്നൊന്നും ഞാൻ നോക്കില്ല. നിന്റെ കൂമ്പിടിച്ച് പരിപ്പാക്കും ഞാൻ, കേട്ടോടാ, അനി പിന്നിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. ഓ ആയിക്കോട്ടെ. ഇറങ്ങിപ്പോകുന്നതിനിടെ തിരിഞ്ഞു നോക്കാതെ പറഞ്ഞുകൊണ്ട് വൈഭവ് റൂമിൽ പോയി. അനി ഒന്ന് ചിരിച്ചു. എന്നിട്ട് തിരിഞ്ഞ് ആ മുറിയിൽ തൂക്കിയിട്ടിരിക്കുന്ന സൗകർണയുടെ ഫോട്ടോയിലേക്ക് നോക്കി. എന്തിനാ ചെറിയമ്മേ ഞങ്ങളെയൊക്കെ വിട്ടുപോയെ? കണ്ടില്ലേ അമ്മയുടെ മോൻ്റെ വേദന? അവൻ സങ്കടത്തോടെ ആ ഫോട്ടോ നോക്കി പറഞ്ഞു. എടി മോളെ, ഇത് എപ്പോൾ എടുത്തു നീ? ഫോണിൽ തെളിഞ്ഞ വീഡിയോ കണ്ട് സന്തോഷത്തോടെ വിദ്യ അഞ്ജലിയോട് ചോദിച്ചു. അനിരുദ്ധും ശിവയും തമ്മിൽ പുണരുന്ന വീഡിയോ ആയിരുന്നു അത്. ഇന്ന് രാവിലെ എനിക്ക് കിട്ടിയ തുറപ്പുചിട്ടാ ഇത്. അനിയേട്ടൻ്റെ മുറി വഴി രാവിലെ ഒന്ന് പാസ് ചെയ്തപ്പോഴാ വൈഭവേട്ടൻ ആ മുറിയിൽ നിന്ന് പാഞ്ഞിറങ്ങിപ്പോകുന്നതും അവിടെ പുറത്തുനിന്ന് ശിവ ഉടനെ അകത്തേക്ക് കയറുന്നതും കണ്ടത്. അവർ അവിടെ എന്നാ പറയുന്നതെന്ന് നോക്കാൻ പോയതാ. അപ്പോഴാ ഒരു വെടിക്ക് 2 പക്ഷികൾ എന്ന പോലെ ഇതെനിക്ക് കിട്ടിയേ. സമ്മതിച്ചു മോളെ, നീ എൻ്റെ മോള് തന്നെയാ മിടുക്കി. വിദ്യ ഭയങ്കര ആഹ്ലാദത്തോടെ അഞ്ജലിയെ കെട്ടിപ്പിടിച്ച് ഒരുമ്മ കൊടുത്തു. നീ വാടി മോളെ, കൈയോടെ ഇതുകൊണ്ട് അച്ഛനെയും അമ്മയും ഒക്കെ കാണിച്ച് നമുക്ക് നാറ്റിക്കാം അവളെ. കൂട്ടത്തിൽ അനിരുദ്ധും കാർത്തികയുമായുള്ള കല്യാണ കാര്യവും ഇതോടെ മുടങ്ങിക്കോളും. നീ വാ. ഏയ് അമ്മേ, ഇപ്പൊ വേണ്ട. വിദ്യ അഞ്ജലിയെയും വലിച്ചുകൊണ്ട് മുറിയിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയതും അഞ്ജലി അവരെ തടഞ്ഞു. ഇപ്പോഴല്ല അമ്മേ, പൂജയുടെ ദിവസം. അന്ന് അവളുടെ വീട്ടുകാരൊക്കെ നിൽക്കുമ്പോൾ വേണം നമ്മൾ ഈ ബോംബ് പൊട്ടിക്കാൻ. അവളെ എല്ലാവരും മുന്നിൽ തല കുനിച്ച് നിൽക്കണം. അതോടെ തീരണം അവളുടെ ഈ വീട്ടിലെ പൊറുതി. മുഖത്ത് വല്ലാത്തൊരു ക്രൂര ചിരിയോട് അഞ്ജലി പറഞ്ഞതും അത് ശരിയാണെന്ന പോലെ വിദ്യയും തലയാട്ടി. അമ്മയുടെ മുറിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് നേരം ഇരുട്ടിയത് വൈഭവ് കണ്ടേ. അവൻ നേരെ റൂമിലേക്ക് കയറി ചെന്ന് കതക് അകത്തുനിന്ന് ലോക്ക് ചെയ്തു. ബാൽക്കണിയിലെ മീൻ ബാഗിൽ ഇരിക്കുന്നവളെ ഒന്ന് നോക്കിയിട്ട് നേരെ അവൻ്റെ ഓഫീസ് റൂം തുറന്ന് അകത്ത് കയറി. അവിടുത്തെ മിനി ഫ്രിഡ്ജിൽ നിന്ന് 2 ബിയർ എടുത്ത് കൊണ്ട് ശിവയ്ക്ക് അരികിലേക്ക് നടന്നു. കമ്പനി വേണോ? അവൾക്കടുത്തായി നിലത്തേക്ക് ചെന്നിരുന്ന് അവൻ പറഞ്ഞു. പെട്ടെന്ന് അവനെ കണ്ടത് അവളൊന്ന് ഞെട്ടിയെങ്കിലും അവനെ നോക്കി വലിയ തെളിച്ചമില്ലാത്ത ഒരു ചിരി പാസാക്കി ശിവ. വൺ ഡേ ബിയർ? അവളെ നോക്കി വൈഭവ് ചോദിച്ചതും ശിവ അവനെ ഒന്ന് നോക്കി. സ്മൈൽഡ്. അവൻ വീണ്ടും പറഞ്ഞതും ശിവ കൈ അവന് നേരെ നീട്ടി. ഒരു ചെറു ചിരിയോടെ വൈഭവ് അവളുടെ കയ്യിലേക്ക് ആ ബിയർ ബോട്ടിൽ പൊട്ടിച്ചു കൊടുത്തു. ഒരു ദീർഘനിശ്വാസം വിട്ടിട്ട് ശിവ അതൊന്ന് സിപ്പ് ചെയ്തു. അയ്യേ, ഇതെന്ത് കയ്പാ? നാക്ക് കഴിച്ചു ശിവ പറഞ്ഞു. ബിയർ പിന്നെ പാൽപ്പായസം ആണെന്നാണോ മോൾ ഓർത്തേ? വൈഭവ് പുച്ഛത്തിൽ ചിരിച്ചുകൊണ്ട് ചോദിച്ചതും ശിവയുടെ ചുണ്ടൊന്ന് കൂർത്തു. ഒന്നുകൂടെ സിപ്പ് ചെയ്ത് നോക്കടോ, തനിക്ക് ഇഷ്ടപ്പെടും. അത് സാധനം കുറച്ച് വേറെയാ. അവൻ പറഞ്ഞതും ശിവ വീണ്ടും അതൊന്ന് കുടിച്ചു നോക്കി. ശരിയാണ്, ചെറിയൊരു ആപ്പിൾ ജ്യൂസിൻ്റെ ടേസ്റ്റ് തോന്നി. ആദ്യത്തെ പോലെ അത്ര കയ്പില്ല ഇപ്പോൾ. അവൾ പതിയെ അത് കുടിക്കാൻ തുടങ്ങി. തനിക്കെന്താ പറ്റിയേ? ഒട്ടൊരു നിമിഷത്തെ നിശബ്ദതയെ മുറിച്ചുകൊണ്ട് കയ്യിലെ ബിയർ സിപ്പ് ചെയ്യുന്നതിനിടയിൽ അവളെ തന്നെ നോക്കിയിരുന്ന വൈഭവ് ചോദിച്ചു. അവൻ്റെ ചോദ്യം കേട്ടതും പെണ്ണൊന്ന് ചിരിച്ചു. ഡോക്ടറെ, ഡോക്ടർക്ക് ഞങ്ങൾ ഈ പെണ്ണുങ്ങളെക്കുറിച്ച് വലിയ മതിപ്പില്ലല്ലേ? അവൾ ചോദിച്ചതും അവനിൽ ഒരു പരിഹാസ ചിരി വിരിഞ്ഞു. ഈ ചിരിയുടെ അർത്ഥം എനിക്ക് മനസ്സിലായി കേട്ടോ. നിങ്ങളുടെ ലൈഫിൽ നടന്ന ട്രാജഡി, പിന്നെ നല്ല 26ൻ്റെ പണി തന്ന കാമുകി. ഓക്കെ, ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ സ്വാഭാവികമായി നിങ്ങൾക്ക് പെണ്ണുങ്ങളോട് കലിപ്പുണ്ടാകാം. അങ്ങനെയാണല്ലോ നിങ്ങൾ എന്നെ വിലക്കെടുത്ത് ഇവിടെ ഇരുത്തിയേക്കുന്നേ. നിങ്ങൾക്ക് ഞാനും വെറും ചീപ്പാകും. പൈസയ്ക്ക് വേണ്ടി എന്ത് നാറിയ വേഷവും കെട്ടാൻ വന്നവളല്ലേ? ചിരിച്ചുകൊണ്ടാണെങ്കിലും അവനോടത് ചോദിച്ചപ്പോൾ ആ വേദനയിൽ ശിവയുടെ തൊണ്ട ഇടറിയിരുന്നു. വൈഭവിന് നാവ് എന്തോ പറയാൻ തുടങ്ങിയെങ്കിലും കടിഞ്ഞാണിട്ട പോലെ നാവ് പിടിച്ചു നിന്നു. പക്ഷേ ഒന്ന് ചോദിക്കട്ടെ ഡോക്ടറെ, നിങ്ങൾ ആണുങ്ങൾ എന്താ മോശമാണോ? നിങ്ങൾക്കൊക്കെ എങ്ങനെ വേണമെങ്കിലും ഇട്ടുതട്ടാനുള്ളതാണോ ഞങ്ങൾ പെണ്ണുങ്ങൾ? ഞങ്ങളുടെ മനസ്സ് പറ. നിറകണ്ണാലെ ചുവന്നു വന്ന മൂക്കൊന്ന് പുറം കൈയാൽ തൂത്തു ശിവ. വൈഭവ് അവളിൽ നിന്ന് മിഴികൾ മാറ്റാതെ തന്നെ ഉറ്റു നോക്കിയിരുന്നു. അവർക്ക് പറയാനുള്ളത് അവനറിയണമായിരുന്നു. എൻ്റെ വീട്ടിലുണ്ട് ഒരുത്തി, എൻ്റെ ചിത്തു. ഇന്ന് കണ്ടു കാണുമല്ലോ അല്ലേ? പ്രേമമായിരുന്നു അവൾക്ക്, ഭയങ്കര പ്രേമം. ഇങ്ങോട്ട് വന്ന് ഒരുത്തൻ ഇഷ്ടമാണ്, കെട്ടി കൂടെ കൂട്ടിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ്റെ ഊരും പേരും ഒന്നും ചോദിച്ചില്ല. അവനെ കയറി അങ്ങ് ജീവന് തുല്യം സ്നേഹിച്ചു അവൾ. പെണ്ണല്ലേ, സ്നേഹം കൊതിക്കുന്ന മനസ്സല്ലേ, വീണുപോയി ആ പാവം. പിന്നെ അവനാണ് ജീവിതം എന്നും പറഞ്ഞു നടന്നു. പൊട്ടി. ശിവ പുച്ഛത്തോടെ ചിരിച്ചു. എന്നിട്ട്
എന്നിട്ടൊരു ദിവസം ഒരു രാത്രിയിൽ ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ പിച്ച് ചീന്തിക്കളഞ്ഞു അവൻ അവളെ. അവൾ പ്രണയം കൊണ്ട് അവനെ സ്നേഹിച്ചു മൂടിയപ്പോൾ ആ മൃഗം അവളിൽ കണ്ടത് കാമം മാത്രമാ. പെണ്ണിന്റെ ഉടലിനെ മാത്രം തേടുന്ന വെറും കാമം. പല്ലുകൾ ഞെരിച്ച് ദേഷ്യം കൊണ്ട് ചുവന്ന കണ്ണുകളുമായി ശിവ അത് പറയുമ്പോൾ അവനെ കൊല്ലാനുള്ള തീ അവളിൽ ഉണ്ടായിരുന്നു. അത്രയ്ക്ക് വെറുപ്പ് അവളുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നു. എന്നാൽ ആ പെണ്ണിന്റെ വാക്കുകൾ കേട്ട് വൈഭവിന് തന്റെ ചെവി കൊട്ടിയടയ്ക്കും പോലെ തോന്നി. അവൻ മിഴികൾ മുറുക്കി അടച്ചു നിന്നു. പാതി ജീവനില്ലാതെ അന്ന് അവളെ എനിക്കും അച്ചയ്ക്കും കിട്ടിയത്. അവിടുന്ന് പിന്നെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാ അവളുടെ ശരീരത്തിനും മനസ്സിനുമേറ്റ മുറിവുകളെ ഒക്കെ ഉണക്കി ഇപ്പോൾ കാണുന്ന എൻ്റെ ചിത്തുപെണ്ണാക്കിയത്. പക്ഷേ വീണ്ടും അവള് പറഞ്ഞ് മുഴുവിപ്പിക്കാൻ പോലുമാകാതെ ഏങ്ങിപ്പോയി ശിവ. ഒരാശ്രയത്തിന് എന്നോണം അടുത്തിരിക്കുന്നവന്റെ തോളിലേക്ക് തല ചായച്ചു ആ പെണ്ണ്. അവളുടെ ഉള്ളിലെ വേദനയുടെ ആഴം അറിഞ്ഞതുകൊണ്ടാവണം വൈഭവ് അനങ്ങിയില്ല. നിശബ്ദനായിരുന്നു അവൻ. പറയാൻ അവന് വാക്കുകൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു. കുറച്ചു നേരം അവരിരുവരും ആ ഇരിപ്പ് അങ്ങനെ തന്നെ ഇരുന്നു പോയി. പെട്ടെന്ന് പാന്റിന്റെ പോക്കറ്റിൽ കിടന്ന വൈഭവിന്റെ ഫോൺ റിങ് ചെയ്ത ശബ്ദം കേട്ടപ്പോഴാണ് ഞെട്ടിപ്പോയ ശിവ അവന്റെ തോളിൽ നിന്ന് മാറിയത്. അത് ആം സോറി ഡോക്ടറെ. പെട്ടെന്ന് ഞാൻ ശിവ വെപ്രാളത്തോടെ അവനോട് ക്ഷമ ചോദിച്ചു. താൻ തോളിലേക്ക് തല ചായച്ചത് ഇനി ഇഷ്ടമായിട്ടുണ്ടാവില്ല എന്നവൾ ഓർത്തു. ഏയ് ഇറ്റ്സ് ഫൈൻ. താൻ ആദ്യമായല്ലേ ബിയറടിച്ചത്, അതിൻ്റെയാ ഇതൊക്കെ. നമ്മുടെ സിദ്ധു ആദ്യമായി ഹോട്ടടിച്ച അന്ന് അവൻ എൻ്റെ തോളിൽ കിടന്ന് വാൾ വെച്ചത് ഇത് അത്രയ്ക്കൊന്നുമില്ലല്ലോ. നിലത്ത് നിന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒരു ചിരിയോടെ വൈഭവ് പറഞ്ഞു. അത് കേട്ടതും ശിവയും ചിരിച്ചുപോയി. എനിക്ക് തോന്നുന്നതാണോ അതോ ഡോക്ടർക്ക് ഈയിടെയായി കുറച്ച് ഹ്യൂമർ സെൻസ് കൂടിയിട്ടുണ്ടോ? അവന് പിറകെ എഴുന്നേറ്റ ശിവ അവനെ ഒന്ന് ഉഴിഞ്ഞു നോക്കി കളിയോടെ ചോദിച്ചതും അവൾക്ക് നേരെ ഒരു ചിരി പാസാക്കി അവൻ മുറിക്കകത്തേക്ക് നടന്നു. ശരിക്കും ആ നിമിഷം അവളിൽ നിന്നുണ്ടാകുന്ന പിരിമുറുക്കം ഒന്നയക്കാനാണ് സിദ്ധുവിൻ്റെ പണ്ടത്തെ കാര്യമെടുത്ത് കളിയായി വൈഭവ് പറഞ്ഞത്. പിന്നെ ശിവ, മറ്റൊരു കാര്യം കൂടി. അവനൊന്ന് തിരിഞ്ഞു അവളെ വിളിച്ചു. താൻ പറഞ്ഞതിൽ ഒരു തിരുത്തുണ്ട്. എൻ്റെ ലൈഫിൽ വന്നുപോയ ഞാൻ വെറുക്കുന്ന എല്ലാ പെണ്ണുങ്ങളുടെയും ഒരേ തുലാസിലാണ് ഞാൻ കാണുന്നതെന്ന്. അതെൻ്റെ ശരിയാണ്. ആ കണ്ണിൽ തന്നെയാണ് ശിവാമി സേതുമാധവനെയും ഞാൻ കണ്ടത്. അവൻ പറഞ്ഞതും ശിവയുടെ മുഖം താഴ്ന്നു. കണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞത്. ബട്ട് നൗ യു ആർ നോട്ട് ദാറ്റ് സെയിം ഗേൾ. ഇന്ന് ശിവാമി വൈഭവിന് ആ പെണ്ണല്ല. ഞാൻ വിട്ടുകളയാൻ ആഗ്രഹിക്കാത്ത ഒന്നായി മാറിയിട്ടുണ്ട് ശിവാമി നീ ഇപ്പോൾ. യു ആർ മോർ സ്പെഷ്യൽ ടു മീ. ചുണ്ടിൽ വിരിഞ്ഞ ചിരിയോടെ അവൻ പറഞ്ഞു കഴിഞ്ഞതും ഞെട്ടലോടെ ശിവ വൈഭവിനെ മുഖമുയർത്തി നോക്കി. അവൻ്റെ തിളങ്ങുന്ന പൂച്ചക്കണ്ണുകളും ചിരിക്കുന്ന മുഖവും അവൾ അത്ഭുതത്തോടെ നോക്കി നിന്നു. ഉണ്ട കണ്ണുകൾ മേഴിച്ച് തന്നെ നോക്കി നിൽക്കുന്ന പെണ്ണിനെ ഒന്നുകൂടി നോക്കിയിട്ട് അവൻ ബാത്റൂമിലേക്ക് കയറിപ്പോയി. യു ആർ മോർ സ്പെഷ്യൽ ടു മീ ശിവാമി. ഞാൻ വിട്ടുകളയാൻ ആഗ്രഹിക്കാത്ത ഒന്നായി മാറിയിട്ടുണ്ട് നീ എനിക്ക്. അവൻ്റെ വാക്കുകൾ വീണ്ടും ആ പെണ്ണിൻ്റെ ഉള്ളിലേക്ക് ഓടി വന്നു. ഉള്ളിലെരിയുന്ന കനലിന് ഒരു ശമനം വന്ന പോലെ അവൾക്ക് തോന്നി. ശിവയുടെ കൈകൾ സന്തോഷത്തോടെ നെഞ്ചിൽ പറ്റിക്കിടക്കുന്ന താലിയിൽ മുറുകി.